അത് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നല്ല സ്വാഗതാർഹമായ ഒരു നിലപാട്, ഒപ്പം ഒരു സൃഷ്ടിപരമായ വിമർശനവും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് UDFനും BJPക്കും എതിരായി. യഥാർത്ഥത്തിൽ ആഗോള അയ്യപ്പ സംഘത്തിൽ ഒരു രാഷ്ട്രീയവും ഉണ്ടായിരുന്നില്ല. തികച്ചും ശബരിമല ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്ന ആത്യന്തികമായ ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടെ ഒരു രാഷ്ട്രീയവും കൂടാതെ ഈ അയ്യപ്പ ഭക്തന്മാർക്കെല്ലാം വരാനോ അഭിപ്രായം പറയാനുള്ള സൗകര്യവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കിയാണ് നടത്തിയത്. അത് കൃത്യമായി ശരിയും അതോടൊപ്പം എല്ലാ അർത്ഥത്തിലും ഞങ്ങളെടുത്ത നിലപാടുകൾ ശരിയായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുന്ന രൂപത്തിലാണ് പ്രതികരണങ്ങൾ വന്നിട്ടുള്ളത്. സ്വാഗതാർഹമാണ്. ഞങ്ങൾ ആ കാര്യത്തിൽ ഏറെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, നമുക്കറിയാം ഈ നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ, അതിനെ തുടർന്ന് ഈ സർക്കാരിന് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ, വിമർശനങ്ങൾ, അതെല്ലാം നമുക്കറിയാം. അതെല്ലാം കടന്ന് ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് എത്തുമ്പോൾ രണ്ട് പ്രബല സമുദായ സംഘടനകളുടെ പിന്തുണ വെള്ളാപ്പള്ളി നടേശനൊപ്പമുണ്ട്, കൂടാതെ G. സുകുമാരൻ നായരും ഒപ്പമുണ്ട് എന്നുള്ളത് ആ ഒരു വലിയ നേട്ടത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ LDF എത്തിയിരിക്കുന്നു, CPIM എത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു നേട്ടം എന്ന തരത്തിലേക്ക്, ഒരു ക്രെഡിറ്റ് എന്ന തരത്തിലേക്ക് തന്നെയല്ലേ നമ്മൾ കാണേണ്ടത്? അപ്പോൾ ഈ നേതാക്കൾ പറയുന്നത് പോലെയൊന്നും അല്ല അണികൾ വോട്ട് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾക്ക് ഒരു ഭാഗത്ത് വാദിക്കാമെങ്കിൽ പോലും ഇതൊരു വലിയ നേട്ടം എന്ന തരത്തിലേക്ക് തന്നെയല്ലേ കാണേണ്ടത്? അനുജ, ആഗോള അയ്യപ്പ സംഗമം യാഥാർത്ഥ്യമാക്കുന്നതിൽ NSSന്റെ പിന്തുണ ഒരു വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം സർക്കാരിന് നൽകി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. NSSനൊപ്പം SNDP നേരത്തെ തന്നെ LDFനൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനമാണ്. നവോത്ഥാന സദസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ SNDPയുടെ അകമഴിഞ്ഞ പിന്തുണ സർക്കാരിനുണ്ടായിരുന്നു. അങ്ങനെയാണ് വനിതാമതിൽ അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ അക്കാലത്ത് യാഥാർത്ഥ്യമായത്. എന്നാൽ ശബരിമലയുടെ കാര്യത്തിൽ നിലപാട് തിരുത്തിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് വന്ന് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ NSSന്റെ ഈ നിലപാട്, പിന്തുണ വലിയ തോതിൽ അവർക്ക് സഹായകമായി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ ഇപ്പോഴും പ്രതിപക്ഷ കക്ഷികൾ UDFും അപ്പോൾ BJPയും ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ കൂടി പ്രസക്തമാകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. അതായത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിനെതിരെ നടന്ന പ്രക്ഷോഭങ്ങൾ, നാമജപ ഘോഷയാത്രയ്ക്കെതിരെ സ്വീകരിച്ച കേസുകൾ പിൻവലിക്കണമെന്നതായിരുന്നു ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും BJPയും ഒക്കെ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യം. അതിൽ പ്രധാനപ്പെട്ട കേസുകളൊന്നും ഇപ്പോഴും പിൻവലിക്കപ്പെടാത്ത സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങൾ കൂടി പ്രസക്തമാകുന്നുണ്ട്. അത്തരമൊരു കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് BJPയും കോൺഗ്രസും ഒക്കെ എതിർപ്പ് ഉന്നയിച്ചത്. അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ കൂടി പ്രസക്തമാകുന്ന ഘട്ടമുണ്ട്. എങ്കിൽ പോലും NSSനെ തങ്ങളോട് അടുപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ മാത്രമല്ല, തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ സർക്കാരിന് LDFന് വലിയ തോതിൽ അനുകൂലമായ കാര്യമാണ്, അവർക്ക് ആത്മവിശ്വാസം പകർന്ന കാര്യമാണ് എന്നതാണ് വസ്തുത. അതാണ് വലിയ വിമർശനം സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്ന NSSനെ ഒപ്പം നിർത്താൻ കഴിയുന്നു, ഒപ്പം കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ സർക്കാരിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തർക്കമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.